ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ചൂരൽമലയിൽ സൈന്യത്തിന്റെ ബെയിലി പാലത്തിന് പുറമെ മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നു. ബെയിലി പാലത്തിന് സമാന്തരമായാണ് പാലം നിർമ്മിക്കുന്നത്. വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ പാലം നിർമ്മാണം എപ്പോൾ ആരംഭിക്കും? ഏത് തരത്തിലുള്ള പാലമാണ് നിർമ്മിക്കുന്നത്? ബെയിലി പാലത്തിന് സമാന്തരമായാണ് ഒരു പാലം കൂടി നിർമ്മിക്കുന്നത്. കാരണം നേരത്തെ സൈന്യം താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഒരു പാലം തയ്യാറാക്കിയിരുന്നു. ആ പാലത്തിൽ ഇന്ന് മലവെള്ളപ്പാച്ചിലുണ്ടായി. വലിയ അളവിൽ മലവെള്ളം കുത്തിയൊലിച്ചൊഴുകി. ഇത് രക്ഷാപ്രവർത്തകർക്ക് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് കനത്ത രീതിയിൽ മഴ തുടർന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം പതിക്കുന്ന നിലയുണ്ടായി. ഇതിനുശേഷം അല്പം വെള്ളം താഴ്ന്നപ്പോഴാണ് സൈനികർ ഒരു ഈ പാലത്തിന്റെ അരികിൽ നിലയുറപ്പിച്ചുകൊണ്ടാണ് ആളുകളെ കടത്തി വിട്ടത്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുഗമമായി രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ കഴിയുന്ന വിധത്തിലാണ് ബെയിലി പാലത്തിന് സമീപം മറ്റൊരു പാലം കൂടി തയ്യാറെടുക്കുന്നത്. ഈ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി താലൂക്ക് ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ ഇന്ന് ഉച്ച മുതൽ അവർ അവിടെ തന്നെയുണ്ട്. ബെയിലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. 190 അടിയിലാണ് ഈ ബെയിലി പാലം ഈ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്നത്. ഈ സമാന്തര പാലം സുഗമമായ രീതിയിൽ നാളെ ആളുകൾക്ക് സഞ്ചരിക്കാനും ഒപ്പം തന്നെ മൃതദേഹം വേഗത്തിൽ എത്തിക്കാനും ഉൾപ്പെടെയുള്ള, നേരത്തെ സിപ്പ് ലൈൻ ഉപയോഗിച്ചാണ് മൃതദേഹം ഉൾപ്പെടെ ഇവിടേക്ക് ഈ ചൂരൽമല ഭാഗത്തു നിന്നും മുണ്ടക്കയിൽ നിന്നും ചൂരൽമല ഭാഗത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. അത് ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിൽ മൃതദേഹം ഏറ്റിയും എത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം ഒരുക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം നാളെ വൈകിട്ടാണ് പൂർത്തിയാവുക എന്നുള്ളത് സൈന്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ സമാന്തര പാലം നാളെ രാവിലെ ആകുമ്പോഴേക്കും പരമാവധി വേഗത്തിൽ തയ്യാറാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ വൈകിയ വേളയിലും പുരോഗമിക്കുകയാണ്. ഈ ചൂരൽമല പുഴയിൽ മുൻപ് മുങ്ങിപ്പോയ തരത്തിലുള്ള പാലം തന്നെയാണോ ഇപ്പോൾ നിർമ്മിക്കുന്നത് സമാന്തരമായി? നേരത്തെ മുങ്ങിപ്പോയ പാലം വലിയ താഴ്ചയിൽ ആണ് ഉണ്ടായിരുന്നത്. അതിനേക്കാൾ ഉയരമുള്ള ഒരു പാലമാണ്. സ്വാഭാവികമായും പെട്ടെന്ന് വെള്ളം വന്നാലും അങ്ങനെ മുങ്ങാത്ത വിധത്തിലുള്ള ഒരു പാലമാണ് നിർമ്മിക്കുന്നത്. ഇത് ഇരുമ്പ് തടികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ഒരു പാലം തന്നെയാണ്. ബെയിലി പാലത്തെ പോലെ തന്നെ ബെയിലി പാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഇളക്കി മാറ്റാൻ കഴിയാവുന്ന വിധത്തിൽ അത്തരത്തിലുള്ള ഒരു പാലം തന്നെയാണ് നിർമ്മിക്കുന്നത്. എന്തായാലും നിർമ്മാണം ഇപ്പോൾ ഈ രാത്രി വൈകിയും പുരോഗമിക്കുകയാണ്. ഈ താലൂക്ക് ദുരന്ത നിവാരണ സേന പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം കോഴിക്കോട് നിന്ന് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ വലിയ സഹായവും ഈ സൈന്യത്തിന് നൽകുന്നുണ്ട്. ശരി, സുർജിത് അയ്യപ്പത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ചൂരൽമലയിൽ സൈന്യത്തിന്റെ ബെയിലി പാലത്തിന് പുറമെ മറ്റൊരു പാലം കൂടി നിർമ്മിക്കുകയാണ്. ബെയിലി പാലത്തിന് സമാന്തരമായാണ് പാലം നിർമ്മിക്കുക. മാത്രമല്ല, ബെയിലി പാലത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണം പൂർത്തിയാകാൻ നാളെ വൈകുന്നേരമാകും. ഇത് സൈന്യം മുൻപ് തന്നെ അറിയിച്ചതാണ്. ഈ സാഹചര്യത്തിലാണ് താൽക്കാലികമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണവും അത് ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഈ നിമിഷവും ആ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.